പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് വിജയം കൈവരിക്കാൻ. വിജയം കൈവരിക്കുക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വിജയങ്ങളുണ്ട്. വിദ്യയിൽ വിജയം, ചതുരക്കളിയിൽ വിജയം, അതുപോലെ തന്നെ കളിക്കുന്നതിൽ വിജയം, അങ്ങനെ മത്സരങ്ങളിലൊക്കെ പൂർണ്ണ നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാവിജയത്തിന് വേണ്ടി. വിദ്യാവിജയം വെച്ചാൽ ചതുരംഗ വിജയം എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ചില ആൾക്കാർ പല പല മുച്ചൂട്ട് കളിക പോലുള്ളതും അതുപോലെ തന്നെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ, ഇപ്പോൾ ഓരോ സമയത്തും മത്സരങ്ങളിലൂടെയാണല്ലോ എല്ലാവരുടെയും വിജയത്തെ നമുക്ക് പ്രശംസിക്കാനും ആ വിജയം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏത് മേഖലയിലും മത്സരമുണ്ട്. ഈ മത്സരം ഏതൊക്കെ തന്നെ ആയിക്കോട്ടെ, അതിൽ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാ മത്സരങ്ങളിലും പരിപൂർണമായി വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള, മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മന്ത്രപ്രയോഗമുണ്ട്. ഈ മന്ത്രപ്രയോഗം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കാരണം ഏതൊരാൾക്കും ഇത് മനസ്സിൽ നിന്ന് ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ കളിക്കുമ്പോഴാണെങ്കിലും ഇത് മനസ്സിൽ ചെല്ലിയാൽ മതി. അതുപോലെ തന്നെ എന്ത് മത്സരത്തിലാണോ പങ്കെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിൽ നമ്മളിത് ജപിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ കുതിര എന്ന് പറയുന്ന പോലെ കുതിച്ച് മുന്നേറാനും ആ വിജയം നമ്മളിലേക്ക് കൈവരിക്കാനും കഴിയുന്ന ഒരു മന്ത്രമാണ് ഈ പറയുന്നത്. ഈ മന്ത്രം ചെല്ലുന്ന സമയത്ത് സാധാരണ നമ്മൾ ഈ മിനിമം ആദ്യം തന്നെ ഇത് ബൈഹാർട്ട് ചെയ്തിട്ട് ഇതൊരു 1000 പ്രാവശ്യമെങ്കിലും നമ്മൾ ആദ്യം ചൊല്ലി കഴിഞ്ഞിരിക്കണം. എന്താ വെച്ചാൽ ഇത് ഓടിച്ചെല്ലണം നേരത്ത് മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ്ട് ചൊല്ലിക്കഴിഞ്ഞിട്ടൊന്നും അപ്പോഴേക്കപ്പോൾ ഭയങ്കര ഒരു ഫലമൊന്നും കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഏത് മത്സരത്തിനാണോ പങ്കെടുക്കുന്നത് എന്നുണ്ടെങ്കിലും, സ്ഥിരമായി മത്സരങ്ങൾ പങ്കെടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും, ഇവരൊക്കെ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രം ബൈഹാർട്ട് ചെയ്ത് അതിന് ഒരു 1000 പ്രാവശ്യമെങ്കിലും മിനിമം ജപിച്ച് സ്വായത്തമാക്കേണ്ടതുണ്ട്. കാരണം ചില മന്ത്ര സിദ്ധി നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. ഈ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ വേണ്ട വിധ സമയത്ത്, വേണ്ട സാഹചര്യത്തിൽ ആ വേണ്ടോടത്ത് വെച്ച് നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് നമുക്ക് പരിപൂർണമായിട്ടും നമ്മളിലേക്ക് ആ ഫലം വന്നു ചേരുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഞാൻ അതൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മന്ത്രം തറമായിട്ടും മന്ത്രസിദ്ധി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ 10,000 സംഖ്യ മുതൽ അക്ഷര ലക്ഷം വരെയൊക്കെയാണ് ഈ മന്ത്രം നമുക്ക് സാധമായിട്ട് വരാനുള്ള കാലളവും അതൊക്കെ. അപ്പോൾ ആ ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് ആ മന്ത്രത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടോ അത്രയും ലക്ഷം ഒരു ജപിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, മന്ത്രസിദ്ധി ഉണ്ടാവുക. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഒരു 1000 പ്രാവശ്യമെങ്കിലും നമ്മൾ ജപിച്ച് ഈ മന്ത്രത്തിൻ്റെതായിട്ടുള്ള ആ ഒരു മന്ത്രസിദ്ധി നമ്മളിലേക്ക് കൈവരിച്ചതിന് ശേഷമാണ് നമ്മളെന്ത് ഈ കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കലോ അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള കളികളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാ കളികളും നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പല കളികളും നമ്മൾ നശിക്കുന്നതുമാണ്. ഇപ്പോൾ ചീട്ടൊക്കെ കളിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്ര തന്നെ തെണ്ടിപ്പാതാളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ പലതരത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രമോട്ട് ചെയ്യുക അല്ല, എന്നാൽ നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. അറിവുള്ളവന് കാശുണ്ടാക്കാനും അറിവില്ലാത്തവന് തെണ്ടിപ്പാതാളമാകാനും പറ്റുന്ന ഏറ്റവും വലിയ കളികളിൽ ഒന്നാണ് മുച്ചീട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, എന്നാൽ ചെയ്യുന്ന ആളുകൾക്ക്, എന്നാൽ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആളുകൾക്കൊക്കെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പിടിവള്ളിയും കൂടിയുള്ള ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗമാണ്. ഈ മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യമാണോ അല്ലെങ്കിൽ മത്സരങ്ങളിലാണോ പങ്കെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കളികളിലാണോ അല്ലെങ്കിൽ ചീട്ടുകളിയോ മറ്റുള്ള റമ്മി കളികളോ അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ശരി, വിജയം കൈവരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ മന്ത്രം ഇതുപോലെ തന്നെ ജപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഓം സുന്ദരഭാലേ ഗന്ധർവമോഹിനി പട്ടൊടുത്തു പരമയോഗിനി വിട്ടെടുത്തു വിളയാടി വരിക സ്വാഹ. ഇത് സാധാരണ മലയാള മന്ത്രമാണ്. അത് അത്രയും നല്ല മാന്ത്രികപരമായിട്ടുള്ള കൗളാചാര വിധത്തിലെ മലബാര മന്ത്രങ്ങളിലെ വളരെ സിമ്പിളായിട്ടുള്ള മന്ത്രങ്ങളാണ് ഈ മലബാര മന്ത്രങ്ങൾ. കാരണം പച്ച മലയാളത്തിലാണ് ആ മന്ത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് പ്രത്യേകം പറയാണ്. ഓം സുന്ദരബാലേ ഗന്ധർവമോഹിനി പട്ടൊടുത്തു പരമയോഗിനി വിട്ടെടുത്തു വിളയാടി വരിക സ്വാഹ.
ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നിർബന്ധമായി ബൈഹാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യാനുസരണം ഇത് ജപിക്കുക. മത്സരത്തിന് പോകുമ്പോഴും മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മനസ്സിൽ ഇത് ജപിച്ചു കൊണ്ടിരുന്നാൽ വിജയം പൂർണ്ണമായി കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ പല മത്സരങ്ങളിലും തോറ്റുപോകുന്നവർക്ക് മുന്നേറാൻ വേണ്ടി ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരും എഴുതി വെച്ചത് ആ പുസ്തകത്തിൽ അടഞ്ഞു കിടക്കാതെ മറ്റുള്ളവരിലേക്ക് പകർന്നു തരുന്ന ഒരു കടമയാണ് ഞാനിപ്പോൾ ചെയ്തത്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം വേണ്ട വിധാനത്തിൽ ആവശ്യക്കാർ വേണ്ട വിധാനത്തിൽ ഈ പറഞ്ഞ പോലെയൊക്കെ പ്രയോഗിക്കുക. അങ്ങനെ തോൽവിയിൽ നിന്നും വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ആ ഒരു പടവ് നിങ്ങൾ കടക്കുന്നതിന് വേണ്ടി ഈ മന്ത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഞാൻ.